ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി വെഡ്ഡിങ് ആൻഡ് ഫെസ്റ്റിവലിന് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഔട്ട്ഫിറ്റിനനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് ജ്വല്ലറി സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ലുക്ക് കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ലുക്ക് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടിപ്പ് നമ്പർ 1, ഔട്ട്ഫിറ്റിനനുസരിച്ച് ജ്വല്ലറി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റാണ് ഉപയോഗിക്കുന്നത്, അത് സാരിയാണോ അല്ലെങ്കിൽ ചുരിദാറാണോ, ഏത് ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ജ്വല്ലറി തിരഞ്ഞെടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളുടെ ജ്വല്ലറി നമ്മളുടെ ഔട്ട്ഫിറ്റിനനുസരിച്ചല്ല മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ജ്വല്ലറി ഇട്ടോ അതിന് അതിൻ്റെതായ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഏത് ഔട്ട്ലുക്കിന് ഏത് ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം നമ്മളുടെ ഒരു സാരിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിൽ നമുക്ക് ടെമ്പിൾ ജ്വല്ലറി ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഏത് ടൈപ്പ് ഓഫ് സാരിക്ക് ഏത് ടൈപ്പ് ഓഫ് ജ്വല്ലറി ഉപയോഗിക്കണമെന്ന്. അതും വ്യത്യാസമുണ്ട്. നമുക്ക് പല സാരികളിൽ ഹെവി സാരിയാണെങ്കിൽ അതിനനുസരിച്ച് കോട്ടൺ സാരിയാണ് അല്ലെങ്കിൽ നമ്മുടെ പട്ടു സാരിയാണ്, ഇതിന് ഏത് സാരിക്ക് ഏത് ടൈപ്പ് ഓഫ് ജ്വല്ലറി ആയിരിക്കും കൂടുതൽ മാച്ച് ആവുമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ചില സാരികൾക്ക് ചില ഓർണമെൻറ്റ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ അധികം ഹെവി ആയിട്ടുള്ള സാരികൾക്ക് നമ്മൾ ഹെവി ജ്വല്ലറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതത്ര ഒരു ഇതില്ല, ആ സാരിയുടെ എടുപ്പ് കിട്ടില്ല. അപ്പം നമുക്ക് അതൊരു മാച്ച് ചെയ്യണമെങ്കിൽ ഹെവി സാരി ആണെങ്കിൽ ജ്വല്ലറി കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറുതെന്നല്ല ഉദ്ദേശിക്കുന്നത്, അത്ര ഹെവി ആകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ലുക്കുള്ള ജ്വല്ലറി ആണോ വേണ്ടത്, അല്ലെങ്കിൽ ടെമ്പിൾ ജ്വല്ലറി ആണോ വേണ്ടത്. ടെമ്പിൾ ജ്വല്ലറിയിൽ നെക്ലസ്, ഹാരം, ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അത് ഏകദേശം നമ്മൾ നോക്കണം, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സാരിയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ചുരിദാറാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ജ്വല്ലറി ഡിസൈഡ് ചെയ്യണം. സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ലെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാരിയാണ് ഉടുക്കുന്നത്. ഇപ്പോൾ ഒരു വെഡ്ഡിങ് ലുക്കിനാണെങ്കിൽ നമുക്കൊരു ചോക്കർ, ഈ ടൈപ്പ് ഒരു ചോക്കർ നോക്കുക, ഇങ്ങനത്തെ ഒരു ചോക്കർ ഇട്ടിട്ട് ഒന്നെങ്കിൽ ഇത് മാത്രം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോക്കർ ഉപയോഗിച്ചിട്ട് ഒരു കുറച്ചും കൂടി ഇതിനേക്കാളും ലോങ് ആയിട്ടുള്ള ഒരു ഹാരമോ അങ്ങനെ എന്തെങ്കിലും ഇതിന് മാച്ച് ആയിട്ടുള്ളത് ഇടുക. ഞാനിപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാലും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇങ്ങനെ ഒരു പീസ് മാത്രം ഇട്ടിട്ട് സിമ്പിളായിട്ട് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് മാത്രം ഇട്ടാലും ഒരു വെഡ്ഡിങ് ലുക്കിന്, നമ്മളൊരു വെഡ്ഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ എന്താ പറയുക, അതൊരു നല്ലൊരു ഇതൊരു റെഡ് കളറാണ്, റെഡും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ഇത് മാത്രമായിട്ട് വളരെ റിച്ച് ലുക്ക് തരും, ഇതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ ടെമ്പിൾ ജ്വല്ലറി ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടൈപ്പ് ടെമ്പിൾ ജ്വല്ലറി ആണെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനത്തെ പാലക്ക ടൈപ്പ്, ഇതാണെങ്കിൽ ഒന്ന് മാത്രം ഇട്ടാൽ മതി. അതോ ഇതിൻ്റെ കൂടെ ഇടണം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ നെക്ലസ് ഇട്ടിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ലോങ് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ഇതൊക്കെ ഒരു ബേസിക് ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. എല്ലാം പിന്നെ നമ്മൾ ഏത് ഡ്രസ്സ് ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഇട്ട് നോക്കുക ആദ്യം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടിപ്പ് ഇയറിങ്സിൻ്റെ ആണ്. ഇയറിങ്സും ഞാൻ പറഞ്ഞാൽ ടെമ്പിൾ ജ്വല്ലറിയുടെ പോലത്തെ ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ടെമ്പിൾ ജ്വല്ലറി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ജുംക്ക, ഒരു മീഡിയം ടൈപ്പ് ജുംക്ക ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫേസിനനുസരിച്ച് ജുംക്കയുടെ വലുപ്പം എങ്ങനെ വേണം, മീഡിയം വേണോ കുറച്ചും കൂടെ വലുത് വേണോ, അത് നിങ്ങളുടെ ഫേസ് കട്ടിനനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ടെമ്പിൾ ജ്വല്ലറിക്ക് ജുംക്കാസ് ആയിരിക്കും കൂടുതൽ മാച്ചിങ് ആവുന്ന ജുംക്കാസ് ആയിരിക്കും. സെറ്റായിട്ടും കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെയർ ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ജ്വല്ലറി. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ചോയ്സാണ്. ഇങ്ങനത്തെ ജ്വല്ലറീസ് വരുമ്പോൾ ഇങ്ങനത്തെ ഇത് നെക്ലസ് ടൈപ്പാണ്, ഇവിടെ വരെ വരുള്ളൂ. നെക്ലസ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇയറിങ്സ് ആണ്. അപ്പോൾ അത് അതിൻ്റെ ആ ലുക്ക് തരും. ഇപ്പോൾ ഇതായാലും ഇങ്ങനത്തെ ഇയറിങ്സ് ആയാലും അതിൻ്റേതായ ഒരു ലുക്ക് തരും. അപ്പം ഇയറിങ്സും ഒരു വലിയ പാർട്ടാണ്. നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ ഫെസ്റ്റിവലിനോ മുമ്പ് ഇയറിങ്സും നമ്മളുടെ നെക്ലേസോ അല്ലെങ്കിൽ ഹാരത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇയറിങ്സും. ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ നമ്മളത് ഡിസൈഡ് ചെയ്യണം നമ്മുടെ ഔട്ട്ഫിറ്റിനനുസരിച്ച്. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 4 ബാംഗിൾസ് ആണ്. ബാംഗിൾസും ഇയറിങ്സിനെ പോലെയും നെക്ലസിനെ പോലെയും ഒക്കെ തന്നെ ബാംഗിൾസും നമ്മൾ ഏത് ടൈപ്പ്, നമ്മളിപ്പോൾ സാരി ഉപയോഗിക്കുന്നതെങ്കിൽ സാരിക്ക് അനുസരിച്ച്, ഇപ്പോൾ ഈ ടൈപ്പ് സാരി ആണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ എന്താ പറയുക ടെമ്പിൾ ജ്വല്ലറി ഒക്കെ ആണെങ്കിൽ അതിന് മാച്ചായിട്ട് ഈ ടൈപ്പ് ഓഫ് ബാംഗിൾസ് ഉപയോഗിക്കാൻ പറ്റും. അല്ല കുപ്പിവളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു നമ്മളുടെ ഇപ്പോൾ ഷിഫോൺ ടൈപ്പ്, നമ്മുടെ സീക്വൻസ് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള സാരികളൊക്കെ ഉണ്ടല്ലോ,
പാർട്ടിക്കൊക്കെ റിസപ്ഷനൊക്കെ ഉപയോഗിക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് കുപ്പികൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ജ്വല്ലറീസ്, അങ്ങനത്തെ ബാംഗിൾസും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 3 കോമ്പിനേഷനാണ്, ഈ ഇയറിങ്സ്, ബാംഗിൾസ്, പിന്നെ നെക്ലെസ്, ഇത് മൂന്നും ഒരു ഏകദേശം മാച്ച്, നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ചാകുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലുക്കാണ് എലിഗൻറ്റ് ലുക്ക്. കാരണം നമ്മൾ അധികം വലിച്ചു വാരി ജ്വല്ലറീസ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതൊരു സ്റ്റൈലല്ല. എന്നാണ് ഒന്നെങ്കിൽ ഒരു ചെറിയ നെക്ലെസ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഹാരം, അല്ലെങ്കിൽ ഒരു നെക്ലെസ് പ്ലസ് ഹാരം കോമ്പിനേഷൻ, ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ആളുകൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച്, പ്രത്യേകിച്ച് നമ്മളുടെ ഫേസ് കട്ടിനനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ജുംക്കി അല്ലെങ്കിൽ ഇയറിങ്സ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ ഈ 5 ടിപ്സുകൾ ഒന്ന് ഓർമ്മ വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആകും. നമുക്കൊരു ഐഡിയ കിട്ടും മനസ്സിൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് ഉണ്ടാകും. നമുക്കൊരു ഐഡിയ നമ്മുടെ മനസ്സിലിരിക്കും. അപ്പോൾ നമ്മളൊരു പർച്ചേസിന് പോകുമ്പോഴോ, ഒരു വെഡ്ഡിങ്ങിനായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെസ്റ്റിവലിന് നമ്മളൊരു പർച്ചേസിന് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ഓർമ്മ വെക്കുക. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, കൺഫ്യൂഷൻ ഇല്ലാതെ. അപ്പോൾ നമ്മുടെ ലുക്കും അടിപൊളിയായി മാറും. അപ്പോൾ ഈ 5 ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പുതിയ ഐഡിയാസും പുതിയ ടിപ്സുകളും ഒക്കെ ഇഷ്ടമുണ്ട്, ജ്വല്ലറിയെക്കുറിച്ചും അല്ലെങ്കിൽ സാരികളെക്കുറിച്ചും ഒക്കെയുള്ള ടിപ്സുകൾ, നിങ്ങൾക്ക് സ്റ്റൈലിങ്ങിനെ കുറിച്ചുള്ള ടിപ്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.